ചിത്രീകരണം പൂർത്തിയാക്കിയത്. യൂണിവേഴ്സൽ തീമിൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവുമെന്നും സൂര്യ പറയുന്നുണ്ട്. ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം കൂടിയാണ് കങ്കുവ. 2 ഗെറ്റപ്പുകളിലാണ് സൂര്യ എത്തുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായിരിക്കും ഇതെന്നാണ് സൂചന. നല്ല കൊടൂര വില്ലനായി ബോബി ഡിയോളും. അദ്ദേഹത്തിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ. അനിമൽ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വേഷത്തിന് ശേഷം ബോബി ഡിയോളിന്റെതായി റിലീസിലെത്തുന്ന ചിത്രം എന്നതാണ് പ്രതീക്ഷയേറ്റുന്ന മറ്റൊരു കാര്യം. വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന സൂര്യ ചിത്രം കൂടിയാണിത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ മുതൽ മുടക്ക് 350 കോടിയാണ്. തീ എന്നർത്ഥം വരുന്ന പുരാതനമായ തമിഴ് വാക്കാണ് കങ്കുവ. ഇനി കങ്കുവ തിയേറ്ററിൽ തീ പടർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും കങ്കുവയും ഏതാണ്ട് ഒരാഴ്ചത്തെ വ്യത്യാസത്തിലാണ് തിയേറ്ററിൽ എത്തുന്നത്. ബറോസ് ഒക്ടോബർ 3-നും കങ്കുവ ഒക്ടോബർ 10-നും. ഫഹദ് ഫാസിലിനെ നായകനാക്കി അമൽ നീരൊരുക്കുന്ന ബൊഗൈൻ വില്ലയും എത്തുന്നത് ഒക്ടോബർ 10-നാണ്. അതായത് കേരളത്തിൽ കങ്കുവക്ക്